അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമത്തിന് വാഴ്വുകൾ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായ വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ഇന്നയോളം നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷമുള്ള അധരങ്ങളോടെ അടുത്തു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളത്തെ നമ്മുടെ സഭായോഗങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകാൽ കൂടി വരുവാൻ അവസരങ്ങളില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങുന്ന, പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സമശിഷ്ടങ്ങളോട് ദൈവത്തിന് കരുണ തോന്നട്ടെ. സുവിശേഷ വിരോധികളെ കർത്താവ് രക്ഷയിലേക്ക് നയിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ പത്രോസ് പറയുന്നത് പോലെ ലോകത്തെമ്പാടുമുള്ള നമ്മുടെ സഹോദരവർഗങ്ങൾക്ക് ഈ വക കഷ്ടപ്പാടുകളൊക്കെ ഏറി വരുന്നു എന്ന് നാം കാണുമ്പോൾ ക്രിസ്തുവേശുവിലൂടെ ദൈവത്തിന്റെ നിത്യ തേജസ്സിനായി ദൈവം നമ്മെ ആ തേജസ്കരണ ദിവസത്തേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കൂടെ മനസ്സിലാക്കുക. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് ഈ ലോകത്തിൽ വിവിധമായ പീഡകൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ നമ്മെ അതിൻ്റെ എല്ലാ നടുവിലും ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തി ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവും കൂടെ നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. സ്തോത്രം. നമുക്കത് മനഃപ്പാഠമാണ്. എങ്കിലും ദൈവവചനം വായിച്ചുകൊണ്ട് തിരുവചന ധ്യാനം നടത്തുന്നത് ഏറെ അഭികാമ്യമാണല്ലോ. സ്ക്രിപ്ചർ റീഡിംഗ്, തിരുവചന പാരായണം എന്ന ഒരു ഭാഗം യഹൂദ ക്രൈസ്തവ ആരാധനകളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പഴയ നിയമത്തിലും നമുക്കറിയാം, തിരുവെഴുത്തിന്റെ ഭാഗം അഥവാ ന്യായപ്രമാണം വായിക്കുക പതിവായിരുന്നു. പഴയ നിയമ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണത്. സ്തോത്രം. ന്യായപ്രമാണം. അന്ന് മറ്റു പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യായപ്രമാണ പുസ്തകം മാത്രം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, നമുക്ക് ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള ഗ്രന്ഥസമുച്ചയം. അതാണല്ലോ ദ തോറ, ന്യായപ്രമാണം, ദ ലോ എന്ന് അറിയപ്പെടുന്നത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജനം ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിൽ ഈ ന്യായപ്രമാണം വായിക്കുക പതിവായിരുന്നു. രാജാക്കന്മാർ ഭരണമേറ്റെടുക്കുമ്പോൾ അവർക്ക് ഈ ന്യായപ്രമാണ പുസ്തകം നൽകപ്പെടാറുണ്ടായിരുന്നു. എപ്പോഴും അവരത് വായിച്ചു നോക്കേണ്ടിയിരുന്നു. അതിനനുസരിച്ച് വേണമായിരുന്നു അവർക്ക് ഭരണം നടത്തേണ്ടിയിരുന്നത്.
എസ്രായുടെ ഒക്കെ കാലം വന്നപ്പോൾ എടുത്തെഴുതിയിട്ടുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവര് ന്യായപ്രമാണ പുസ്തകം വായിച്ചുകൊണ്ടേയിരുന്നു. ജനം തിങ്ങിക്കൂടി. എല്ലാവർക്കും മേൽക്കൂരയ്ക്കകത്തേക്ക് കയറി നിൽക്കാൻ കഴിഞ്ഞില്ല. പെരും മഴ പെയ്തപ്പോഴും ആ മഴ നനഞ്ഞുകൊണ്ട് അവർ ന്യായപ്രമാണം വായിച്ച് കേൾക്കുന്നത് നിർത്തിയില്ല, അവർ തുടർന്നു. യേശു കർത്താവിന്റെ കാലം വന്നപ്പോഴും ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം തന്നെ നാം ലൂക്കോസ് 4-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. സിനഗോഗിൽ അഥവാ പള്ളിയിൽ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ ചെന്നു. അവിടുത്തെ റബ്ബി, അവിടുത്തെ പാസ്റ്റർ, അവിടുത്തെ മൂപ്പൻ യേശുവിന് വായിക്കുവാൻ വേണ്ടി തുകൽ ചുരുൾ കൊടുത്തു. അത് നിവർത്തി യേശു വായിച്ചത് നമുക്കറിയാം. യെശയ്യാ 61-ാമത്തെ അധ്യായമാണ്. അന്ന് അധ്യായങ്ങളൊന്നും ഇല്ലതിന് കേട്ടോ. പിന്നീടാണ് അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞതു യെശയ്യാ 61-ാം അധ്യായം. അപ്പോൾ ആരാധനയുടെ, യഹൂദ ആരാധനയുടെയും ക്രിസ്തീയ ആരാധനയുടെയും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തിരുവെഴുത്തുകൾ വായിക്കുക എന്നുള്ളത്, സ്ക്രിപ്ചർ റീഡിങ്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ സഭകളിലും ഈ സങ്കീർത്തനം വായന. കൂടാതെ പ്രസംഗത്തിന് മുമ്പ് പ്രസംഗിക്കുന്ന ഒരു വാക്യം എങ്കിലും വായിക്കുക എന്നുള്ളതുമൊക്കെ. എല്ലാ സാമുദായിക സഭകളിലും ഉണ്ട് ഈ സ്ക്രിപ്ചർ റീഡിങ്, വേദവായന ഭാഗം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ ഭാഗങ്ങൾ വായിക്കുക പതിവാണ്. പള്ളികളിലൊക്കെ എഴുതപ്പെട്ട ലിറ്റർജിക്കൽ, എഴുതപ്പെട്ട കുർബാനക്രമം അനുസരിച്ചുള്ള ചൊല്ലുകളും ചൊൽത്തുകളും ഒക്കെ ഉണ്ടെങ്കിലും തിരുവെഴുത്തിൽ നിന്ന് പഴയ പുതിയ നിയമഭാഗങ്ങൾ വായിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത്രയും പറഞ്ഞത് നമുക്ക് മനഃപ്പാഠമായതും എല്ലാ ദിവസവും വായിക്കുന്നതുമായ വേദഭാഗം പിന്നെയും എന്തുകൊണ്ട് വായിക്കുന്നു എന്നത് ആർക്കെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ കാണത്തില്ല. റെക്കോർഡിങ്സ് കേൾക്കുന്നവരിലോ യൂട്യൂബിൽ കാണുന്നവരിലോ എങ്ങാനും തന്നെ സംശയം തോന്നിയാൽ അതിന് ഒരു വ്യക്തത എന്ന നിലയിലാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ തിരുവെഴുത്തുകളുടെ വായന ആത്മീയ ആരാധനയുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ്. പേഴ്സണൽ പെന്റിക്കോസ്റ്റ് എന്ന ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ബ്രദർ ആർ സ്റ്റാൻലി മിക്കപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണത്. പേഴ്സണൽ പെന്റിക്കോസ്റ്റ്. വ്യക്തിപരമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത്, ഒറ്റയ്ക്ക്, കുടുംബമായിട്ടല്ല, സഭയായിട്ടുമല്ല, ഒറ്റയ്ക്ക്. ആ പേഴ്സണൽ പെന്റിക്കോസ്റ്റ്, വ്യക്തിപരമായ ആരാധനയിലെയും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തിരുവെഴുത്തുകളുടെ പാരായണം. അതുകൊണ്ടാ നമ്മുടെ ഏതൊരു ശുശ്രൂഷയിലും നമ്മൾ ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കും. അബദ്ധം പിണഞ്ഞ് അരുതാത്തതൊന്നും വായിക്കരുതെന്നേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഓരോ സമയത്തേക്കുമുള്ള ചില വേദഭാഗങ്ങൾ എടുത്ത് ചില പാട്ടുപുസ്തകങ്ങളിലുമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ.
ദുഃഖസമയത്തേക്ക് മരണ വീട്ടിൽ, സന്തോഷ വീട്ടിൽ, ഭവനപ്രതിഷ്ഠ, ആലയപ്രതിഷ്ഠ, ശിശുപ്രതിഷ്ഠയ്ക്കൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ചില വേദഭാഗങ്ങൾ. കാരണം എല്ലാവർക്കും മനഃപ്പാഠമായിട്ടെല്ലാം അറിയണമെന്നില്ല. അപ്പം അതൊക്കെ നമ്മളൊന്ന് കുറിച്ചു വെക്കുന്നതോ മനസ്സിൽ കോറിയിടുന്നതോ ഒക്കെ നന്നായിരിക്കും. പറഞ്ഞു വന്നത് വചനപാരായണത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ ആരാധനകളിൽ. ഒറ്റയ്ക്കായാലും കുടുംബമായിട്ടായാലും സഭയായിട്ടായാലും വചനപാരായണം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്നും മനഃപ്പാഠമായ വേദഭാഗം പോലും വായിക്കാറുള്ളത്. ഇന്നും നമ്മൾ ആവർത്തിച്ചു വായിച്ചു എബ്രായർ 2:11. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ഇന്ന് നമ്മൾ വായിച്ചുള്ളൂ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. An active voice and a passive voice. ഒരു കർമ്മിണി പ്രയോഗവും കർത്തിരി പ്രയോഗവും എന്ന് മലയാളത്തിൽ പറയും. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. വിശുദ്ധീകരിക്കുന്നവൻ യേശുക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ വിശുദ്ധന്മാർ. ഇരു കൂട്ടർക്കും ഒരുവനാണ് പിതാവ്. നമ്മൾ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചു വരികയായിരുന്നു. വിശുദ്ധീകരണം, ഏറ്റവും ഒടുവിൽ നാം അതേ സംബന്ധിച്ച് കണ്ടത് വിശുദ്ധീകരണത്തിൻ്റെ 2 മുഖങ്ങളാണ്. ഒന്ന്, ചെയ്തു പോയ പാപങ്ങളിൽ നിന്നുള്ള വിശുദ്ധീകരണം, അതിൻ്റെ കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും ഒക്കെയുള്ള മോചനം. അതിനെ ക്ഷമ എന്ന ഒരു വാക്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ പാപം ചെയ്യണം എന്നില്ല. പക്ഷേ നമ്മിൽ എപ്പോഴും പാപം വസിക്കുന്നുണ്ട് എന്ന് കണ്ടു. അപ്പോൾ നമ്മിൽ വസിക്കുന്ന പാപത്തിൽ നിന്ന്, പാപങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് നമുക്ക് വിമോചനം ആവശ്യമുണ്ട്. ഇങ്ങനെ 2 തരം വിശുദ്ധീകരണത്തിൻ്റെ 2 മുഖങ്ങൾ നമ്മൾ കണ്ടു. ഒരു 2ഉം കൂടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു. അതായിരുന്നു ചിലതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, മറ്റു ചിലതിനെ നമ്മിൽ നിന്ന് മാറ്റിക്കളയുക. We need to separate ourselves from so many things unclean, sinful, and unacceptable and displeasable to God. At the same time, the second part is we need to put away many things from within. They are the sinful nature we possess, we inherently hold. ആദാമ്യവർഗത്തിൻ്റെ എന്ന നിലയിൽ നമ്മുടെ അകത്ത് നാം അറിയാതെ തന്നെ ഗർഭം മുതൽ തന്നെ നമ്മിൽ കാണപ്പെടുന്ന പാപപ്രകൃതത്തിൻ്റെ സ്വാധീന ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമാണ്. ഓരോ നിമിഷവും, every moment of our lives. This is the inherent sin. I think you got it. We inherently possess because of our lineage or lineage to the first Adam. We are at a time
We are means the born again Christians. We are means the people being led to the glory. We are means many sons of God led to glory. So we hold these two natures of both Adam, the first Adam and the last Adam. വീണ്ടെടുക്കപ്പെട്ട നമ്മൾ, പുതുജനനം പ്രാപിച്ച നമ്മൾ, ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന നമ്മൾ, 11-ാം വാക്യാടിസ്ഥാനത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന നമ്മൾ, ഒന്നാമത്തെ ആദാമിന്റെയും ഒടുക്കത്തെ ആദാമിന്റെയും പ്രകൃതം ഉള്ളിൽ വഹിക്കുന്നവരാണ്. നാം എല്ലാവരും ആദ്യം ഒന്നാമത്തെ ആദാമിന് ജനിച്ചവരാ, സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് പൗലോസ്ലിഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 45-ാം വാക്യാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തെ. എത്രാം വാക്യം അത്? 46. പ്രാകൃതമാണ് ഒന്നാമത്തേത്, ആത്മീയമല്ല. എന്ന് വെച്ചാൽ ആത്മീയ ജനനമല്ല നമുക്ക് ആദ്യം ലഭിച്ചത്, പ്രകൃതിയാ ഉള്ള ജനനം. അതാ പ്രാകൃതം എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ മുടിയൊക്കെ പിച്ചി ചീന്തിയിട്ട് കുളിക്കാതെയും നനയ്ക്കാതെയും കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് മുഖമൊന്നും വൃത്തിയാക്കാതെ ഇങ്ങനെ നടക്കുന്ന നമ്മൾ പ്രാകൃത രൂപം എന്നൊക്കെ പറയുന്ന അവസ്ഥയല്ല. ആദാമ്യ ഒന്നാമത്തെ ആദാമിൽ നിന്നും നമുക്ക് ലഭിച്ചതെന്നർത്ഥത്തിലാണ് പ്രാകൃതമെന്ന് 1 കൊരിന്ത്യർ 15-ന്റെ 46-ൽ പറഞ്ഞിരിക്കുന്നത്. 1 Corinthians 15:46. It's not spiritual but natural birth comes first. അപ്പോൾ ഒന്നാമത് നമുക്ക് ലഭിച്ചത് ഭൗതികമായ ദ്രവത്വമുള്ള പ്രാകൃതമായ ജനനവും ജീവിതവുമാണ്. പിന്നീടാണ് സ്പിരിച്വൽ, ആത്മീയം വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആദാമിന് നമ്മൾ ജനിച്ചവർ എന്ന നിലയിൽ ആദാമ്യ സ്വഭാവവും, വീണ്ടും ജനിച്ചവർ എന്ന നിലയിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ സ്വഭാവവും രണ്ടും ഉള്ളിൽ വഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ എപ്പോഴും ഭയങ്കര പോരാട്ടമാണ്. ഒന്നിന് കീഴ്പ്പെടുന്നതല്ല. ജഡസ്വഭാവം ആത്മാവിനും ആത്മസ്വഭാവം ജഡത്തിനും വിരോധമാകുന്നു എന്ന് പൗലോസ് ഗലാത്യർ 5-ന്റെ 16-17 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അപ്പം ഈ ചെയ്ത പാപങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മിൽ വസിക്കുന്ന പാപത്തിന്റെ സ്വാധീനതയിൽ നിന്ന് പോലും നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മെ കർത്താവ് ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത്, നിത്യതയിലേക്ക് ചേർക്കാഞ്ഞത്. അതിൽ നിന്നും കൂടെ വിമോചനം വേണം. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് ISRO അല്ലെങ്കിൽ അങ്ങ് പാശ്ചാത്യ ലോകത്ത് NASA തുടങ്ങിയുള്ള
സ്ഥാപനങ്ങൾ ബഹിരാകാശത്തേക്ക് പഠനാർത്ഥമോ ഒക്കെ വലിയ വലിയ ഷട്ടിൽസ്, സ്പേസ് ഷട്ടിൽസ് അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് സാധാരണ ഭാഷയിൽ പറയാം, വിക്ഷേപിക്കാറുണ്ട്. ആയിരക്കണക്കിന് കിലോ തൂക്കമുള്ള സാധനമാണ് അവർ ഈ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക്, സ്പേസിലേക്ക് വിടുന്നത്. അത് ഇവിടെ നിന്നും വിക്ഷേപിക്കുമ്പോൾ ഒരു 50,000 കിലോ തൂക്കമുള്ള സാധനമാണെങ്കിൽ ഭൂമിയിൽ നിന്നും ഉയർന്ന് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ എത്തുമ്പോഴേക്കും അതിൻ്റെ പുറംചട്ട മാറും. ആ പുറംചട്ട മാറുമ്പോഴേക്കും അതിൻ്റെ ഭാരം 50,000 കിലോയിൽ നിന്ന് ചിലപ്പോൾ 40,000-ത്തിലേക്ക് 30,000-ത്തിലേക്ക് ഒക്കെ വരും. അത് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറംചട്ടകൾ കത്തി 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 ഇതിൻ്റെ ഭ്രമണപഥത്തിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 1000 കിലോയോ 2000 കിലോയോ ഒക്കെ ഭാരം മാത്രമേ കാണൂ. ഇതുപോലെ തന്നെയാണ് നാമും. രക്ഷിക്കപ്പെട്ടിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ലോകത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഫ്രം ദ കൾച്ചർ, ഫ്രം family traditions, from parental DNA, genes, we possess so many unwanted nature, basically from the first Adam. But as we grow in spiritual life, we need to get rid of them. That may not be happening all of a sudden. At the very moment we believe or the very moment we are baptized. Not even the very moment we are filled with the Holy Spirit. But it's a gradual, eventual process. That process is called progressive. Sanctification. Yes, sanctification. Practical, progressive sanctification. അപ്പോൾ ഈ പാപപ്രകൃതത്തിൽ നിന്നും കൂടെ നമുക്ക് മോചനം വേണം. അത് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ഒക്കെ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കണം. സ്തോത്രം. അതായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ? ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല എന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. Here is the solidarity of the captain of our salvation with people who are being saved or sanctified. രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരുമായി നമ്മുടെ രക്ഷാനായകന് അല്ലെങ്കിൽ നമ്മെ വിശുദ്ധീകരിക്കുന്നവനുള്ള ഏകാത്മകത, ഐക്യത, ഒരുമ നമുക്കിവിടെ കാണാം. സ്തോത്രം. ഒറ്റ പിതാവിൻ്റെ മക്കൾ. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്
നേരത്തെ മുതൽ ഇതിൽ സംബന്ധിക്കുന്നവർക്ക് പരിചയമുള്ളതുമാണ്. അല്ലാത്തവർക്ക് അവർ കേട്ടിട്ടുണ്ടാകാം. യേശുക്രിസ്തുവും ദൈവത്തിന്റെ പുത്രൻ, നമ്മളും ദൈവത്തിന്റെ മക്കൾ. Jesus also is the Son of God. We too children of God. We are children of God and also sons of God. നാമും ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ പുത്രന്മാരുമാണ്. മക്കളും പുത്രന്മാരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണല്ലോ. ചോദ്യം: is there any difference between the sonship of Jesus Christ and the sonship of the saints, the people of God? യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തിനും ദൈവമക്കളായ വിശുദ്ധന്മാരായ രക്ഷിക്കപ്പെടുന്നവരായ നമ്മുടെ പുത്രത്വത്തിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുള്ളതാ, ആവർത്തിക്കുന്നുവെന്നേ ഉള്ളൂ. ഉണ്ട്. എല്ലാവരും യോജിക്കുന്നുണ്ടോ? സ്തോത്രം. ഉണ്ട്. ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം? നാം മനുഷ്യരിൽ നിന്നുള്ളത്, യേശുക്രിസ്തു ദൈവത്തിൽ നിന്നുള്ളത്. പുത്രത്വത്തിന്റെ വിഷയത്തിലാണ് എന്താ വ്യത്യാസം എന്നുള്ളത്. യേശുവും മനുഷ്യനായിട്ട് തന്നെ വന്നത്. യേശുവിലും പൂർണ്ണ മനുഷ്യത്വമുണ്ട്. യേശുക്രിസ്തു നിത്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനും നാം ദത്തെടുപ്പിൽ കൂടെ പുത്രത്വം സ്വീകരിച്ചത്. വെരി ഗുഡ്. യെസ്, ഹി ഈസ് ദ ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ് ആൻഡ് വി ആർ ദ അഡോപ്റ്റഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദിസ് ഈസ് ദ ഡിഫറൻസ്. യേശുക്രിസ്തു നിത്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. നമ്മളാരും ദൈവത്തിന്റെ ഏകജാതന്മാരല്ല. നാം എല്ലാവരും ദൈവത്തിന്റെ ദത്തുപുത്രി പുത്രന്മാരാണ്. സ്തോത്രം. We are adopted children of God. Praise God. ഇതാണ് വ്യത്യാസം. യേശുക്രിസ്തു ദൈവത്തിന്റെ ഏകജാതൻ. ബിഗോട്ടൻ എന്നുള്ളതിന്റെ അർത്ഥമൊക്കെ നമ്മൾ തൃത്വം എന്ന വിഷയം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അതിനുശേഷവും പലപ്പോഴും ആ വിഷയം നമ്മുടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ബിഗോട്ടൻ സൺ. ഏകജാതൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ആകെക്കൂടെ ദൈവത്തിന് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. നമ്മൾ പ്രസംഗിക്കുന്നതും അങ്ങനെ, സുവിശേഷകന്മാര് പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നതും അങ്ങനെ. സഭയ്ക്കകത്ത് പ്രസംഗിക്കുമ്പോഴും പുറത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോഴുമൊക്കെ ദൈവത്തിനാകെക്കൂടെ ഒറ്റ പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. ആ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ശരിയാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ അത് ശരിയാണ്. ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഏകജാതൻ, ഒറ്റപുത്രൻ. പക്ഷേ വേദപുസ്തകാനുസരണം ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഏക മകൻ എന്നല്ല. അവിടെയും കണ്ടോ, ഏകജാതൻ. God born of God. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമാണ് യേശുക്രിസ്തു. നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ആ കാര്യവും പഠിച്ചു.
യേശുവിനെ പറ്റി അവിടെ പറയുന്നു, യേശു ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും എന്ന്. സ്തോത്രം. നമ്മളത് ആ സമയത്ത് പഠിച്ചതായിരുന്നുവല്ലോ. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കണ്ട കാര്യമാണ്. ഹി ഈസ് ദ സോൾ എക്സ്പ്രഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്, ദ ലൈറ്റ് ബീങ്, the outray or radiance of the divine, and he is the perfect imprint and very image of God's nature. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമുള്ള ഒരു വ്യക്തി. സ്തോത്രം. അത് ഏകജാതൻ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ കുറിക്കുന്നതാണ്. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരിലുമുണ്ട്? യേശുക്രിസ്തുവിലുമുണ്ട്. അതുകൊണ്ടായിരുന്നു നമ്മൾ പറയുമായിരുന്നത് co-eternal with the Father. Stotram. Yeah. Sharing, not just sharing the nature, having the divine nature. We can share it, but Christ was having it, possessing it. We don't possess, but Christ possessed what God had. ദൈവത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ക്രിസ്തുവിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. സ്തോത്രം. എന്നാൽ നമ്മൾ ആരും അങ്ങനെയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ദൈവത്തിനുള്ളത് ക്രിസ്തുവിലുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുവാ? ദൈവത്തിനുള്ളത് ക്രിസ്തുവിലുള്ളത്. Holiness, righteousness, പടൻ eternal nature, ദൈവത്വം. യെസ്, ദൈവത്വം. ദ വെരി ഡീറ്റി. divine nature. വെരി ഡിവൈൻ നേച്ചർ. ദൈവത്വമാണ് ദൈവത്തിലുള്ളത്. ഏറ്റവും ആത്യന്തികമായി ക്രിസ്തുവിലുണ്ടെന്ന് പറഞ്ഞാൽ, ഏകജാതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം ദൈവം ദൈവമായിരിക്കുന്നത് പോലെ തന്നെ ഒട്ടും കുറയാതെ യേശു ക്രിസ്തുവും ദൈവമായിരിക്കുന്നു എന്നാണ്. സ്തോത്രം. എന്നാൽ നമ്മളോ? അല്ല, നമുക്ക് ദൈവത്വം ഇല്ല. ഇനി നമ്മൾ യേശുക്രിസ്തുവിനോട് അനുരൂപരായി തേജസ്കരിക്കപ്പെട്ടാൽ പോലും നമുക്ക് എന്ത് ലഭിക്കുന്നില്ല? ദൈവത്വം. ക്രിസ്തുവിന്റെ തേജസ് നമുക്ക് ലഭിക്കും. പക്ഷേ ഏത് തേജസ്സാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു 10-ാമത്തെ വാക്യത്തിൽ നിന്ന്, 9-ഉം 10-ഉം വാക്യങ്ങളിൽ നിന്ന്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ലഭിച്ച തേജസ്കരണമാണ് നമുക്ക് ലഭിപ്പാൻ പോകുന്നത്. സ്തോത്രം. ഇപ്പൊ നമുക്ക് ദൈവത്വമല്ല ലഭിക്കുന്നത്, ദൈവത്വം യേശുക്രിസ്തുവിനാണ്. നമ്മളെ പക്ഷേ ദൈവം എന്ത് ചെയ്തു? യേശുക്രിസ്തുവിലൂടെ ദത്തെടുത്തു, ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി. സ്തോത്രം. ദത്തെടുപ്പ്, അഡോപ്ഷൻ.
അഡോപ്ഷൻ. മക്കളല്ലാത്തവരെ, ശത്രുക്കളായവരെ നമ്മുടെ ദൈവം യേശുക്രിസ്തുവിലൂടെ നിരപ്പിച്ചു, മിത്രങ്ങളാക്കി, പോരാ പുത്രീ പുത്രന്മാരാക്കി മാറ്റി. സ്തോത്രം. ദത്തെടുപ്പിന്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. എഫേഷ്യൻസ് 1:5. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ച. അതങ്ങനെ അങ്ങ് പോവുക. നമുക്കറിയാം, പൗലോസ് നിർത്തത്തില്ല. കുത്തിടാൻ മറന്നു പോകുന്ന ഒരു പൗലോസാണ്. നമുക്ക് വേണ്ട ആ പദം മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ ദത്തെടുക്കുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, 14ഉം 15ഉം കൂടെ ചേർത്ത് വായിച്ചു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ നമുക്ക് കർത്താവ് നൽകിയത്. സ്തോത്രം. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിലും നാം കാണുന്നുണ്ട്. സ്തോത്രം. ഇതേ വിഷയം തന്നെ പൗലോസ് അവിടെ പറയുന്നു, നമുക്ക് ലഭിച്ചത് ഏതാത്മാവിനെയാണ്? സ്വപുത്രന്റെ ആത്മാവിനെ. സ്തോത്രം. അപ്പോൾ പുത്രന്റെ ആത്മാവിനെ ദത്തെടുപ്പിലൂടെ നമുക്ക് തന്നു. നാം ദത്തുപുത്രി പുത്രന്മാരാ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ അല്ല. ജനനം കൊണ്ട്, പ്രകൃതം കൊണ്ട്, സ്വഭാവം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളെ അല്ല. പക്ഷേ ദത്തെടുപ്പിലൂടെ മക്കളല്ലാതിരുന്ന നമ്മെ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് സ്വപുത്രൻ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവോ അതേ പരിഗണനയിലേക്ക്, അതേ അവകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നാം ഇന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥവും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. സ്തോത്രം. അപ്പൊ ഇതാണ് യേശുവിൻ്റെ പുത്രത്വവും വിശുദ്ധന്മാരുടെ പുത്രത്വവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. സ്തോത്രം. ആ ഏകജാതനായ പുത്രനെ, സ്തോത്രം, സഹോദരന്മാരിലും ആദ്യജാതനാക്കേണ്ടതിന് നമ്മളെ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായിട്ട് കാണുന്നു. റോമർ 8:29 കൂടെ വായിച്ചാട്ടെ. 8:29 റോമൻസ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്
അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. For those whom he foreknew, he also predestined to be conformed to the image of his Son, in order that he might be the firstborn among many brothers. കണ്ടോ, അവിടെ ഫസ്റ്റ് ബോൺ എന്ന, നോട്ട് ബിഗോട്ടൻ. സ്തോത്രം. ആദ്യജാതൻ എന്ന. അവിടെ നമുക്ക് ഈ ഏകജാതനെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇളയ മക്കൾ വേറെയും ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ അവതരിപ്പിച്ചത്. ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനുമാണ്, ആദ്യജാതനുമാണ്. സ്തോത്രം. മുൻപ് യേശു ഏകജാതൻ മാത്രമായിരുന്നു. ഇപ്പോൾ കർത്താവ് ആദ്യജാതനും കൂടെയായി. കാരണം നമ്മളൊക്കെ ജനിച്ചു. ദൈവത്തിൻ്റെ ഇളയ മക്കളാണ് നമ്മൾ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആദ്യജാതനും. ആദ്യജാതൻ എന്ന് വന്നതുകൊണ്ട് ഏകജാതന്റെ പദവിക്ക് ഒരു മാറ്റവും കുറവും വന്നിട്ടില്ല കേട്ടോ. ജീസസ് വാസ് God's only begotten Son, because Jesus was possessing everything God possessed. Most importantly, divinity, a deity, the very divine nature. Divine nature. As the Father was God, Jesus also was. Equality in everything. That's why we read in Philippians 2:6, he was equal with the Father. പിതാവിനോട്, ദൈവത്തോടുള്ള സമത്വമെന്ന് ഫിലിപ്പിയർ 2:6 നാം അതുകൊണ്ടാണ് കാണുന്നത്. സകലത്തിലും പിതാവും പുത്രനും തുല്യർ. സ്തോത്രം. അത് അന്നുമായിരുന്നു, ഇന്നും എന്നേക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് യേശു എന്നേക്കും ദൈവത്തിൻ്റെ ഏകജാതനാണ്. എന്നാൽ ഇപ്പോൾ യേശുവിന് മറ്റൊരു പദവി കൂടെ കിട്ടി, ദൈവത്തിൻ്റെ ആദ്യജാതൻ. കാരണം നമ്മളൊക്കെ യേശുവിങ്കലെ നമ്മുടെ വിശ്വാസത്താൽ ദൈവത്തിന് ജനിച്ചു. യോഹന്നാൻ 1:12 നമുക്കറിയാം, ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകി. John 1:12 says, God gave us this authority, this right to become his children. ദൈവമക്കൾ. He loved us and therefore he made us his children. 1 John 3:1. ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ മക്കൾ ആക്കി. 1 യോഹന്നാൻ 3:1. He redeemed us and therefore he made us household of God. Ephesians 1:20. 2:20. എഫേസ്യർ 2:20. നമ്മെ വീണ്ടെടുത്ത് യേശുക്രിസ്തുവിലൂടെ നമ്മെ തന്നോട് നിരപ്പിച്ച് നമ്മളെ
ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി മാറ്റി. ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി മാറ്റി. ഇന്നലെ നമ്മൾ 1 പത്രോസ് 2:10 വാക്യം വായിച്ചിരുന്നു. ഓർമ്മ കാണുമല്ലോ. 1 Peter 2:10. Yesterday we read. എന്താ? മുമ്പേ നിങ്ങൾ ജനമല്ലാത്ത ജനമല്ലാത്ത ഇപ്പോഴോ We are God's people. വായിച്ചു ആ വാക്യം ഒന്നും കൂടെ. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ ജനമായിരുന്നില്ല, കരുണ ലഭിക്കാത്തവരായിരുന്നു. ഇപ്പോൾ കരുണ ലഭിച്ചു, ദൈവത്തിന്റെ ജനവുമായി. സ്തോത്രം. പിന്നെ നമ്മളിപ്പോ റോമാലേഖനത്തിൽ നിന്നും ഗലാത്യ ലേഖനത്തിൽ നിന്നും കണ്ടു, സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി, നമ്മളെ മക്കളാക്കി മാറ്റി. സ്തോത്രം. അത് ഈ ദത്തെടുപ്പിലൂടെ നടന്ന ഒരു ലീഗൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നിയമപരമായ നടപടിയിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായത്. ആ നിയമ നടപടി നടന്നത്, നിറവേറിയത് ക്രൂശിലാണ്. സ്തോത്രം. ക്രൂശിൽ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് ദൈവത്തിനുള്ളതൊക്കെ നമുക്കുമുള്ളതാണ്. മക്കളെന്ന നിലയിലാണ് പൗലോസ് ആ കാര്യം റോമർ 8 പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? അപ്പോൾ ചോദ്യമൊന്നും ഇല്ലെങ്കിൽ, നമ്മൾ ഇപ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിന്റെ മക്കളായെങ്കിൽ, സ്തോത്രം, ഒരു കാര്യം വളരെ ഉത്തരവാദിത്വമായിട്ട് നമുക്കുണ്ട്. If we have become God's children, as Christ is the Son of God, there is a great responsibility upon us. നാം ഇന്ന് യേശുക്രിസ്തുവിലൂടെ ദത്തെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായി എങ്കിൽ എന്താണ് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം? To show the character of Jesus Christ. Absolutely. സ്തോത്രം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നാം തീരുക. ഇന്ന് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നത്, ക്രിസ്തുവിനോട് കൂട്ടവകാശികളാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ മഹത്വവും അധികാരവും ശുശ്രൂഷകളും ഒക്കെയാ. എന്നാൽ അതിനു മുമ്പ് നമ്മിൽ ഉണ്ടാകേണ്ടത് പുത്രന്റെ സ്വഭാവമാണ്. പുത്രന്റെ സ്വഭാവത്താലും കൂടെ നമ്മൾ എന്തായി തീരണം? ആരായി തീരണം? ദൈവത്തിന്റെ മക്കളായി തീരണം. സ്തോത്രം. God made us his children, and therefore now
We are co-heirs with Christ. We therefore need to share his nature too, his character too. Of course, legally, God adopted us into his family. He entrusted us with the authority, rather the right to address him Father. Now it is our responsibility that we should reproduce the very nature of Christ, that all may know that we are his children. We share the same nature. സ്തോത്രം. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ബോധറാകണ്ട, ഭാരപ്പെടണ്ട, ചിന്തിക്കേണ്ട. അതെല്ലാം നമുക്ക് കർത്താവ് റിസർവ് ചെയ്തിരിക്കുക, സൂക്ഷിച്ചു വച്ചിരിക്കുക. അതൊന്നും ആരും അപഹരിക്കത്തില്ല. ദൈവം അതൊന്നും തട്ടിമാറ്റത്തുമില്ല. പക്ഷേ നമുക്കൊരു കടമയുണ്ട്. ആ വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുക. സ്തോത്രം. മാനിഫെസ്റ്റിംഗ് the very characteristics of Jesus Christ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുക. അതിന് പറയുന്ന പേരും കൂടെയാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഈ വിശുദ്ധീകരണം, പ്രായോഗിക വിശുദ്ധീകരണമെന്ന് നമ്മൾ പറഞ്ഞതിനകത്ത് ഇതും ഉൾപ്പെടും. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ ഏകീഭവിക്കുക. സ്തോത്രം. ഓരോ ദിവസവും നമ്മൾ യേശുവിനെ പോലെയാവുക. ഒരു ദിവസം കൊണ്ടെത്തത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച നമുക്ക് മനഃപ്പാഠമായ ഒരു വേദഭാഗമാണ് 1 പത്രോസ് 2:20-21 കൂടെ വായിച്ചാട്ടെ. 1 Peter 2:20 and 21. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. സ്തോത്രം. കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചാണ് പത്രോസ് പറഞ്ഞു വരുന്നത്. അന്യായമായി കഷ്ടം സഹിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പത്രോസ് പറയുന്നു, നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റേണ്ടതിന് യേശുക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുക. പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശുവിലെ ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ എന്താ പറഞ്ഞത്? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ യോഹന്നാൻ 3:3, 1 John 3:3.
അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. മൊത്തം വായിച്ചില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. ഒന്നാം വാക്യത്തിലാ നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞത്. രണ്ടാം വാക്യത്തിലാ ദൈവമക്കൾ എന്താകുമെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് ഈ പ്രത്യാശ ക്രിസ്തുവേശുവിൽ ഉള്ളവരെല്ലാം യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അപ്പോസ്തലന്മാരൊക്കെ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. നാം ദൈവമക്കളാണോ തെളിയിക്കണം. യേശുവിൻ്റെ അധികാരം ഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടല്ല, അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടല്ല, പിന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരുന്നു കൊണ്ട് നമ്മൾ ദൈവമക്കളാണെന്ന് തെളിയിക്കണം. അതിനാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നാം, ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നാം എന്ന് പഠിച്ചത്. അതുകൊണ്ട് അത് കൂടുതൽ ആവർത്തിക്കേണ്ടതില്ലെന്ന് കരുതുന്നു. മക്കൾ എന്നത് കർത്താവിനോടുള്ള സ്നേഹ വാത്സല്യത്താൽ ഉളവാകുന്ന ഒരു ബന്ധമാണെങ്കിൽ, പുത്രന്മാർ പുത്രിമാർ എന്നത് പിതാവിൻ്റെ പ്രകൃതം കൊണ്ട് നാം ആരുടെ മക്കളാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ആരുടെ മക്കളാണെന്ന് തെളിയിക്കുന്ന കാര്യം. അതിന് പ്രകൃതമാണ്, സ്വഭാവമാണ്. ഇപ്പൊ നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി ഇതാ. There is a blessing that we are adopted into God's family, and therefore we are now called the children of God. There is a possibility that we will be like him at his coming. And there is an utmost challenge. Prove our sonship by nature, by character. നമുക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമുണ്ട്. ദത്തെടുപ്പിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ പുത്രത്വം, ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവി. നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ സാധ്യത എന്താണ്? പോസിബിലിറ്റി. Will be like him. Will be like him. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം അവനോട് സദൃശന്മാരാകും. നാം അവനോട് സദൃശന്മാരാകും. സ്തോത്രം. പ്രൈസ് ഗോഡ്. എങ്കിൽ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ സ്വഭാവത്തിലൂടെ ആ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്ന് തെളിയിക്കുക. സ്തോത്രം. സ്തോത്രം. ആ കാര്യം നമ്മുടെ കർത്താവ് തന്നെ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരുടെ മക്കളാ? പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അപ്പന്റെ സ്വഭാവം നിങ്ങൾ പുറത്തെടുക്കുന്നു. അവന്റെ മോഹങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവൻ ആദ്യം മുതൽ ആരാ? കുലപാതകൻ. കൊലപാതകനാണ്,
ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനുമാണ്. അവന്റെ സ്വഭാവം നിങ്ങൾ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ ആരാണെന്നറിയാൻ, ആരുടെ മക്കളാണെന്നറിയാൻ നമ്മുടെ സ്വഭാവം നോക്കിയാൽ മതി. സ്തോത്രം. നമുക്കറിയാമല്ലോ, ദുരഭിമാന കൊലപാതകങ്ങൾ ഒത്തിരി നടക്കാറുണ്ട്. ഓ, അവൻ ഞങ്ങളുടെ കുടുംബത്തിന് പേരുദോഷം വരുത്തി, അല്ലെങ്കിൽ അവള് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി, എന്നാൽ അവളെ ഇനി വെച്ചേക്കണ്ടെന്നും പറഞ്ഞ് മർഡർ ചെയ്യുന്നു, കൊല്ലുന്നു. ആ കുടുംബത്തിന്റെ പേരിന് കളങ്കം ചാർത്തുന്നവരെ ആ കുടുംബത്തിന്റെ ഭാഗമായി ഏറ്റുപറയാൻ കുടുംബാംഗങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ കുടുംബക്കാരായിപ്പോഴ ആ ദൈവത്തിന്റെ കുടുംബത്തിന് യോജ്യമായ സ്വഭാവങ്ങളെ നമ്മിൽ ഉണ്ടാകാവൂ. ബോത്ത് our conduct and character should resemble the divine family relationship. ദൈവിക കുടുംബത്തിലെ സ്വഭാവം, പെരുമാറ്റവും, കോണ്ടക്ട് ആൻഡ് ക്യാരക്ടർ, പെരുമാറ്റവും സ്വഭാവവും ദൈവ കുടുംബത്തിലേത് നമ്മൾ വെളിപ്പെടുത്തണം. പെരുമാറ്റം മാത്രം പോരാ, സ്വഭാവത്തിലും നമ്മൾ അങ്ങനെ തന്നെയാവണം. എങ്കിലേ നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാർ, ദൈവത്തിൻ്റെ മക്കൾ, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. യേശുക്രിസ്തു നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ, വലിയ അച്ചാച്ചനാകാനായിട്ടാണ് നമ്മെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം, ബാക്കി പറയാമോ, ദൈവം മുൻനിയമിച്ചത്. റോമർ 8:29 പറഞ്ഞത്. God has predestined us to be conformed into the very nature of the Son of God, that Christ become the firstborn of God. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് നമ്മെ മുൻനിയമിച്ചത് യേശുക്രിസ്തു നമ്മുടെ ഏറ്റവും മൂത്ത അച്ചാച്ചനാകാനായിട്ട്. നമ്മൾ അങ്ങനെ നമ്മുടെ സ്വഭാവത്തിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വായിൽ കൂടെ ഒരു വാക്കും പറയാതെ, ഒരു സ്തോത്രവും പറയാതെ, ഒരു ഗ്ലോറിയും ഹല്ലേലൂയായും പറയാതെ, ഒരു അന്യഭാഷയും പറയാതെ, ഒരു പാട്ടും പാടാതെ ദൈവത്തിന് മഹത്വം ലഭിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലെ ആരാധന. സ്തോത്രം. A life that glorifies God, a life that resembles Christ's nature, that is true worship. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ
എല്ലായ്പ്പോഴും വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലെ ആരാധന. അങ്ങനത്തെ ഒരു ജീവിതം ഇല്ലാതെ നാം എത്ര ഗ്ലോറി പറഞ്ഞാലും, ഹല്ലേലൂയ പാടിയാലും, അന്യഭാഷകളിൽ സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താലും എല്ലാം വ്യർത്ഥം, വ്യർത്ഥം, വ്യർത്ഥം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മക്കൾ, ദത്തുപുത്രി പുത്രന്മാർ, അഡോപ്റ്റഡ് ചിൽഡ്രൻ എന്ന നിലയിൽ സാക്ഷാൽ ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിക്കാം. നമ്മുടെ സ്വഭാവത്താൽ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്ന് തെളിയിക്കാം. നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ദൈവപുത്രന്റെ തേജോരൂപത്തോടുള്ള ആ അനുരൂപപ്പെടൽ പ്രാപിക്കാം. ആയതിന് ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.